ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. പുതിയ പാഠപുസ്തകം പാർട്ട് 1 ആണ് നമ്മൾ നോക്കുന്നത്. അതിലെ യൂണിറ്റ് 2 ആണ് കേട്ടോ. യൂണിറ്റ് 2 എന്ന് പറയുന്നത് വിൻസ് ഓഫ് ചേഞ്ച് ആണ്. അതിലെ ആദ്യ ചാപ്റ്ററായ ഡ്രീംസ് റിയലൈസ്ഡ് എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തുടക്കത്തിൽ വരുന്ന ലെറ്റ്സ് ലോഗിൻ, അതിൻ്റെ ഉത്തരങ്ങൾ, എക്സ്പ്ലനേഷൻ, ചാപ്റ്റർ അതായത് ഡ്രീംസ് റിയലൈസ്ഡ് എന്ന പാഠം കംപ്ലീറ്റ് ആയിട്ട് മലയാളത്തിൽ വിശദീകരിക്കുന്നു. ചോദ്യോത്തരങ്ങളും ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത് അതിൻ്റെ പാർട്ട് 1 ക്ലാസ് ആണ്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളുടെ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നോക്കിയാലോ, യൂണിറ്റ് 2 വിൻസ് ഓഫ് ചേഞ്ച് ആണ്. അപ്പോൾ ആദ്യം തന്നെ APJ അബ്ദുൽ കലാം പറയുന്ന കോട്ട്സ് ഉണ്ട്, ഒന്ന് വായിക്കാം. ആസ് എ യങ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആംഡ് വിത്ത് ടെക്നോളജി, നോളേജ് ആൻഡ് ലവ് ഫോർ മൈ നേഷൻ, ഐ റിയലൈസ് എ സ്മോൾ എയിം ഈസ് എ ക്രൈം. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ എയിം ചെറുതാവാൻ പാടില്ല, അതൊരു കുറ്റമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. നമ്മൾ വലിയതായിട്ട് എപ്പോഴും ആഗ്രഹിക്കുക, എയിം ചെയ്യുക, അപ്പോഴേ നമുക്ക് ചെറുതായിട്ടെങ്കിലും അത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് തന്നെ നമുക്ക് 3 ചാപ്റ്റേഴ്സ് ആണ് ഈ യൂണിറ്റിൽ വരുന്നത്. ആദ്യത്തെ ഡ്രീംസ് റിയലൈസ്ഡ് മഹാദേവ് ദേശായിയുടെ ആണ്. പിന്നെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ, പിന്നെ വരുന്നത് സക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയട്രി ആണ്. സോ നമുക്ക് ആദ്യം ഇതിലേക്ക് കടക്കാം. ലെറ്റ്സ് ലോഗിൻ ആണ്. ദ സീക്രട്ട് ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് ഇസ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ആണ്. മാർക്ക് ട്വൈൻ പറയുന്ന കോട്ട്സ്. വാട്ട് ആർ യു ഡ്രീമിംഗ് ഓഫ്? ഈ അമ്മ ഈ കുട്ടിയോട് ചോദിക്കുന്നു. ഡ്രീമിംഗ് ഓഫ് മൈ ഡ്രീംസ്, എൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് ഞാൻ സ്വപ്നം കാണുകയാണ് എന്ന് കുട്ടി റിപ്ലൈ പറയുന്നു. വി ഹാവ് ഡിഫറെൻറ്റ് ഡ്രീംസ് ആൻഡ് ഡിസയേഴ്സ് ദാറ്റ് ഹെൽപ്പ് us അച്ചീവ് സക്സസ് ആൻഡ് ഫുൾഫിൽമെൻറ്റ് ഇൻ ലൈഫ്, ഡു വി? നൗ ടേക്ക് എ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. നമുക്ക് എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ടല്ലേ, അതേപോലെ ആ പിക്ചറിലുള്ള കാര്യങ്ങൾ നോക്കാം. വാട്ട് ഡസ് ദ മദർ ആസ്ക് ഹർ ഡോട്ടർ? What does the girl's reply? Does the girl refer to the dreams she had while sleeping? Justify your response. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ വേണ്ട നിങ്ങൾക്ക്. നമുക്കപ്പോൾ ഇതിൻ്റെ ഉത്തരങ്ങളൊന്ന് നോക്കിയിട്ട് വരാം. What does the mother ask her daughter? The mother asks the daughter what she is dreaming of. അടുത്തത്, what is the girl's reply? The girl replies that she is dreaming of her dreams. Does the girl refer to the dream she had while sleeping? Justify your response. No, she doesn't refer to the dream she had while sleeping. She is thinking of her future and she is planning certain things. Now think of your career choices and note them down. Tell the class about your dream career and how you wish to accomplish it. ഇത് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. നിങ്ങളുടെ ഡ്രീമിനെ കുറിച്ചിട്ട് നിങ്ങൾ പറയുക, അതെങ്ങനെ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്നു എന്നും പറയുക. ഞാനിവിടെ ചെറിയൊരു ആൻസർ തന്നിട്ടുണ്ട്. യെസ്, ഐ ഹാവ് സച്ച് ഡ്രീംസ്. മൈ ഡ്രീം ഇസ് ടു ബിക്കം എ ഡോക്ടർ. ഫോർ ദാറ്റ് ഐ വാണ്ട് ടു ഗെറ്റ് കംപ്ലീറ്റ് മൈ സ്കൂളിംഗ് ആൻഡ് MBBS. ഐ ഹാവ് സ്റ്റാർട്ടഡ് മൈ പ്രിപ്പറേഷൻ ഫോർ മൈ ഡ്രീം കരിയർ ത്രൂ മൈ സ്റ്റഡീസ്. എൻ്റെ പഠനത്തിലൂടെ ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞു. അടുത്തത്, ഇതിൽ ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ ഇവിടെ നോക്കൂ. Most people dream of a safe and secure life. However, there are some who dedicate their lives to the service of others. For them, individual preferences are insignificant. Can you name a few who strove for a common cause? അപ്പോൾ നമ്മളെല്ലാം നമുക്ക് വേണ്ടി ആണ് ജീവിക്കുന്നത്, നമ്മുടെ ലൈഫ് സേഫ് ആക്കുക, സെക്യൂർ ആക്കുക. അതല്ലാതെ മാറ്റം, അതായത് മറ്റൊന്നും പ്രതീക്ഷിക്കാതെ സമൂഹത്തിന് വേണ്ടി സെർവ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അതിലൊരാളുടെ പേര് അവർ തന്നിട്ടുണ്ട്, നെൽസൺ മണ്ടേല, പിന്നെ മഹാത്മാഗാന്ധി, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആരെ പറയാം, മദർ തെരേസനെയൊക്കെ പറയാട്ടോ. അപ്പോൾ ഇവരെന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ ഇതുപോലെ ആരെങ്കിലും എഴുതിയിട്ട് ഒന്ന് എഴുതുക കേട്ടോ. ആരുടെയെങ്കിലും പേര് നിങ്ങൾ എഴുതിയിട്ട് അവരെക്കുറിച്ച് ഒരു 5 ലൈൻസ് എഴുതിക്കോളൂ. ഇനി നമുക്ക് ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റിലെ ഡ്രീംസ് റിയലൈസ്ഡ് നോക്കാം. മഹാദേവ് ദേശായിയുടെ സ്റ്റോറിയാണ്. During his visit to England, Gandhiji attended many meetings that were organized to honor him. The students of France organized a reception for the spiritual ambassador of India. They welcomed him as one bringing light to the exploitation, blinded West and acting as a healing balm to the war-weary Europe. In his reply, Gandhiji addressed them as friends and fellow students. Since I visited France as a student to see the exhibition at Paris in 1890, I have learned something of the traditions of your country and of the teachings of Rousseau and Victor Hugo. Now, on my entering upon my mission, my very difficult mission in India, it heartens me to find a welcome from you. അപ്പോൾ
ഗാന്ധിജി എവിടെ വിസിറ്റ് ചെയ്യാണ്? ഗാന്ധിജിയുടെ ഇംഗ്ലണ്ട് വിസിറ്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ മലയാളം ഒന്ന് നോക്കാം. അപ്പൊ ഇംഗ്ലണ്ട് സന്ദർശന വേളയിൽ ഗാന്ധിജിനെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഫ്രാൻസിലെ വിദ്യാർത്ഥികൾ, ദ സ്റ്റുഡൻസ് ഓഫ് ഫ്രാൻസ് ആണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. ഫ്രാൻസിലെ വിദ്യാർത്ഥികളാണ്. ഇന്ത്യയുടെ സ്പിരിച്വൽ അംബാസിഡർ, ആത്മീയ അംബാസിഡർ ആയിട്ടാണ് ഗാന്ധിജി അവർ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തെ അവർ വെൽക്കം ചെയ്യുന്നുണ്ട്. എങ്ങനെ? They welcomed him as one bringing light to the exploitation blinded West. അപ്പോൾ ചൂഷണത്തിനിരയായ വെസ്റ്റ് ഭാഗത്തേക്ക് വെളിച്ചം കൊണ്ടുവരുന്ന ആൾ എന്നാണ് ഇദ്ദേഹത്തെ അവർ വിശേഷിപ്പിക്കുന്നത്. ആൻഡ് ആക്ടിങ് ആസ് എ ഹീലിംഗ് ബാം ടു ദ വാർ വിയറി യൂറോപ്പ്. പിന്നെ യുദ്ധം കൊണ്ട് നിൽക്കുന്ന ആ ഒരു യൂറോപ്യൻ കൺട്രിയിൽ ഒരു ബാമായിട്ട്, അതായത് മുറിവുണക്കുന്ന ഒരു മരുന്നായിട്ടാണ് ഇദ്ദേഹത്തെ അവർ കാണുന്നത്. ഗാന്ധിജി അതിന് മറുപടി ആയിട്ട് പറയുന്നു, ഗാന്ധിജി അവിടെയുള്ള കുട്ടികളെ അഭിസംബോധന ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഫ്രണ്ട്സ് ആൻഡ് ഫെല്ലോ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് അഭിസംബോധന ചെയ്യും. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, സിൻസ് ഐ വിസിറ്റഡ് ഫ്രാൻസ് ആസ് എ സ്റ്റുഡൻറ് ടു സീ ദ എക്സിബിഷൻ. 1890 ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് അദ്ദേഹം ഒരു എക്സിബിഷൻ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. അവരുടെ ഫ്രാൻസ് എന്ന രാജ്യത്തിൻ്റെ പാരമ്പര്യ ട്രഡീഷൻസ്, കാര്യങ്ങൾ, അതുപോലെ തന്നെ റൂസോ ആൻഡ് വിക്ടർ ഹ്യൂഗോ എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്റേഴ്സ് ഉണ്ട്, അവരുടെ ടീച്ചിങ്സ് എല്ലാം അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇദ്ദേഹം ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന മിഷൻ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ട് മിഷനാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ദൗത്യമാണ്, പക്ഷെ എന്നാലും ഇറ്റ് ഹേർട്ടൻസ് മീ ടു ഫൈൻഡ് എ വെൽക്കം ഫ്രം യു എന്ന് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്ന കാര്യമാണ്, he expounded the message of non-violence to the youth. അഹിംസ അല്ലേ? അപ്പോൾ അഹിംസയുടെ മെസ്സേജ് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, യൂത്തിന് പകർന്നു കൊടുക്കുകയാണ്. He explained that non-violence was no weapon of the weak but the strongest. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഈ പറയുന്ന അഹിംസ എന്ന് പറയുന്നത് ദുർബലരുടെ ആയുധമൊന്നുമല്ല, അത് പക്ഷെ അത് സ്ട്രോങ്സ്റ്റ് ആണ്. That strength was not mere strength of muscle. To a non-violent man, strength of muscle is not necessary, but a strong heart is an absolute necessity. അപ്പോൾ ഒരു നോൺ വയലൻ്റ് ആയ അഹിംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യുദ്ധം ചെയ്യുന്നതല്ല കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഹൃദയമാണ്. ടു കിൽ ആൻഡ് ടു ബി കിൽഡ് ഇൻ ഫൈറ്റിംഗ് ആൻ എനിമി ആർ ആക്ട്സ് ഓഫ് ബ്രേവറി, ബട്ട് ടു സ്റ്റാൻഡ് ദ ബ്ലോസ് ഓഫ് യുവർ അഡ്വേഴ്സറീസ് ആൻഡ് നോട്ട് ടു റിറ്റാലിയേറ്റ് ഈസ് എ ഗ്രേറ്റർ ഫോം ഓഫ് ബ്രേവറി. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശത്രുവിനെ നേരിടുന്ന സമയത്ത് കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നത് ധീരതയുടെ പ്രവർത്തികളാണ് എന്ന് പറയുന്നു. എന്നാൽ എതിരാളികളെ നമ്മൾ അവരുടെ പ്രഹരങ്ങളെ ചെറുക്കുകയും തിരിച്ചടിക്കാതിരിക്കുകയും നമ്മൾ നോൺ വയലൻസിലൂടെ മിണ്ടാതിരുന്ന് അതിനെ ഫേസ് ചെയ്യുന്നതും ധീരതയുടെ ഒരു വലിയ രൂപം തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദാറ്റ് ഇസ് പ്രിസൈസ്ലി വാട്ട് ഇന്ത്യ ഹാസ് ബീൻ ട്രെയിനിങ് ഹെർസെൽഫ് ഫോർ. അതാണ് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്നതും അതിനായിട്ടാണ് ഇന്ത്യ സ്വയം പരിശീലിക്കുന്നതും എന്ന് പറയുന്നുണ്ട്. കാരണം ഇദ്ദേഹം ഇത് പറയുന്ന സമയത്തൊക്കെ ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ ഇരിക്കുന്ന സമയമാണ് കേട്ടോ. In one of his speeches, he brought out the relation between education and non-violence. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ചിൽ അദ്ദേഹം വിദ്യാഭ്യാസവും അഹിംസയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. He said, real education consists not in packing the brain with facts and figures. ശരിയായിട്ടുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഫാക്ട്സും ഫിഗേഴ്സും കൊണ്ട് കുത്തി നിറയ്ക്കുന്നതല്ല. തലച്ചോറിനെ കുറേ കണക്കുകളും അതും ഇതും വെച്ചിട്ട് നമ്മൾ കുത്തി നിറയ്ക്കുന്ന കാര്യത്തിലല്ല. നോട്ട് ഇൻ പാസിംഗ് എക്സാമിനേഷൻ ബൈ റീഡിങ് ന്യൂമറസ് ബുക്സ്. അതുപോലെ തന്നെ നമ്മൾ കുറേ ബുക്ക് വായിച്ച് പരീക്ഷ പാസ്സാവുന്നതിലും അല്ല നമ്മുടെ റിയൽ എഡ്യൂക്കേഷൻ, ബട്ട് ഇൻ ഡെവലപ്പിംഗ് ക്യാരക്ടർ, നമ്മുടെ സ്വഭാവം വികസിപ്പിക്കുന്നതിലാണ്. I can say that if you explore the possibilities of non-violence, you will find that without character it will prove a profitless study. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് പറയാൻ പറ്റും, നിങ്ങൾക്ക് എന്താ പറയുക, പോസിബിലിറ്റീസ് ഓഫ് നോൺ വയലൻസ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ, അങ്ങനെ എക്സ്പ്ലോർ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ അത് എക്സ്പ്ലോർ ചെയ്യാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാരക്ടർ കിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇൻ എ മൂവ്മെന്റ് ആസ് വി ആർ കണ്ടക്ടിങ് ഇൻ ഇന്ത്യ, വി നീഡ് ദ ഇന്റലക്ച്വൽ സിമ്പതി ഓഫ് ദ ഹോൾ വേൾഡ്. അപ്പം നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന മൂവ്മെന്റിന് ഈ രാജ്യത്തിന്റെ മുഴുവൻ സിമ്പതി, സഹതാപം ആവശ്യമാണ്.
Scores of letters came to Gandhiji daily from all parts of Britain and the continent, welcoming him and expressing sympathy for his mission. Old friends who knew him years ago as a young student turned up to see him, and all the English friends, including civil servants, made a point of renewing the friendship. അപ്പോൾ അതുപോലെ തന്നെ ബ്രിട്ടൻ്റെയും ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഗാന്ധിജിയെ സ്വാഗതം ചെയ്യുന്നതും അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിനോട് അനുഭവം പ്രകടിപ്പിച്ചും നിരവധി കത്തുകൾ അദ്ദേഹത്തിന് ദിവസം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു യൂത്തായിട്ട് ഒരു വിദ്യാർത്ഥിയായിരിക്കെ അദ്ദേഹത്തിന് അറിയണ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അവരൊക്കെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. പലരും സിവിൽ സർവൻസ് ആണ്. അവരെല്ലാം ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, അദ്ദേഹത്തിനോടുള്ള ഫ്രണ്ട്ഷിപ്പ് പുതുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയ കഥയാണ് കേട്ടോ ഇത്. ഈവൻ സെലിബ്രിറ്റീസ് ഹു ഹാഡ് ഹേർഡ് അബൌട്ട് ഹിം വർ ഈഗർ ടു മീറ്റ് ഹിം ഇൻ പേഴ്സൺ. പിന്നെ അതുപോലെ തന്നെ സെലിബ്രിറ്റീസ് ഉണ്ടാവും, അവർ ഇദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞ് ഇദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. പെർഹാപ്സ് ഫ്യൂ വുഡ് ബിലീവ് ദാറ്റ് വെൻ ഗാന്ധിജി വാസ് ടോൾഡ് ദാറ്റ് മിസ്റ്റർ ചാർലി ചാപ്ലിൻ would like to see him, he innocently asked who that distinguished person was. അപ്പം കുറച്ച് പേര് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഗാന്ധിജി വാസ് ടോൾഡ് ദാറ്റ് മിസ്റ്റർ ചാർലി ചാപ്ലിൻ അല്ലേ, ചാർലി ചാപ്ലിൻ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് ഗാന്ധിജിയോട് പറഞ്ഞപ്പോൾ ആ വിശിഷ്ട വ്യക്തി ആരാണെന്ന് വളരെ ഇന്നസെന്റ് ആയിട്ട് അദ്ദേഹം ചോദിച്ചതായിട്ട് കുറച്ച് പേര് മാത്രമേ ഇങ്ങനെ അദ്ദേഹം ചോദിച്ചു എന്ന് വിശ്വസിക്കൂ എന്നാണ് പറയുന്നത്. ബട്ട് as soon as he was told that Mr. Chaplin came from the people and lived for the people and that he had made millions laugh, he agreed to meet him. എന്നാൽ ചാർലി ചാപ്ലിൻ ജനങ്ങളിൽ വന്ന് ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, ദശലക്ഷക്കണക്കിന് ആളുകളെ ചിരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഉടനെ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് സമ്മതിക്കുകയാണ്. ചാപ്ലിൻ ഹാഡ് എവിഡന്റ്ലി ഹേർഡ് ഓഫ് ഗാന്ധിജി സ്പിന്നിങ് വീൽ ആൻഡ് ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹി ആസ്ക്ഡ് വാസ് വൈ ഗാന്ധിജി വാസ് എ ഗൈഡസ് മെഷീനറി. അപ്പോൾ ഗാന്ധിജിയുടെ നൂൽക്കൽ ചക്രത്തെക്കുറിച്ചൊക്കെ ചാപ്ലിൻ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ആദ്യം ചോദിച്ച ചോദ്യം ഗാന്ധിജി യന്ത്രങ്ങളെ എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്നായിരുന്നു. അദ്ദേഹം മെഷീൻസിനെ എതിർത്തു അല്ലേ. The question was delighted Gandhiji, who explained to him in detail why the 6-month unemployment of the whole peasant population of India made it important for him to restore them. Gandhiji said, in cloth and food every nation should be self-contained. We were self-contained and want to be so again. അപ്പോൾ അദ്ദേഹം അതിനൊരു റിപ്ലൈ കൊടുക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ മുഴുവൻ കർഷകരും 6 മാസം എന്ത് ചെയ്യുന്നുണ്ട്, തൊഴിലില്ലായ്മ അനുഭവിക്കുന്നുണ്ട്. അത് ഈ മെഷീൻ കാരണമാണ്. 6 മാസം തൊഴിലില്ലാതെ ഇരിക്കുകയാണ്, അൺഎംപ്ലോയ്മെന്റ് ആണ്. അപ്പോൾ ആ ഒരു അവസ്ഥ പുനഃസ്ഥാപിക്കണം. ഇന്ത്യയിൽ എല്ലാവർക്കും എല്ലാ കാലത്തും തൊഴിൽ വേണം, അത് റീസ്റ്റോർ ചെയ്യാനും എന്നതാണ് ഗാന്ധിജിയുടെ ആഗ്രഹം. അപ്പോൾ വസ്ത്രത്തിന്റെയും ഭക്ഷണത്തിന്റെയും കാര്യത്തിൽ ഓരോ രാഷ്ട്രവും സെൽഫ് കണ്ടെയ്ൻഡ് ആവണം, പറഞ്ഞാൽ സ്വയം പര്യാപ്തമാവണം. നമ്മൾ സ്വയം പര്യാപ്തരായിരുന്നു, വീണ്ടും അങ്ങനെ ആകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഗാന്ധിജി പറയുന്നു. അതായത് ഇന്ത്യക്കാര് സ്വയം പര്യാപ്തർ തന്നെ ആയിരുന്നു, ഈ ബ്രിട്ടീഷുകാർ വന്നിട്ടാണ് ഇങ്ങനെ നാശമാക്കി വിട്ടത്. അപ്പോൾ വീണ്ടും അങ്ങനെ സെൽഫ് റിലയന്റ് ആകണം എന്ന് തന്നെയാണ് ഗാന്ധിജി ചാപ്ലിനോട് മറുപടി പറയുന്നത്. There were requests from various women's organizations for an address by Gandhiji and he addressed. ഗാന്ധിജിയുടെ പ്രസംഗത്തിനായിട്ട് വിവിധ വനിതാ സംഘടനകളിൽ നിന്നും അഭ്യർത്ഥനകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം അവരെയും അഡ്രസ് ചെയ്യുകയാണ്. The Women's India Council in Morley College Hall. At this meeting, Gandhiji took the opportunity of correcting various notions about the women of India. അപ്പോൾ മോർലി കോളേജ് ഹാളിൽ വനിതാ കൗൺസിലിൽ വനിതകളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കും. അദ്ദേഹം പറയുകയാണ്, ഇന്ത്യയിലെ സ്ത്രീകളെ കുറിച്ച് വിവിധ ധാരണകൾ തിരുത്താനുള്ള അവസരം അവിടെ ഗാന്ധിജി ഉപയോഗപ്പെടുത്താണ്. He presented a vivid picture of the heroic part they played during the freedom struggle. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ സ്ത്രീകൾ ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ട്. No hindrances have been placed in the way of their entering public life. For several years, when our organizations were declared illegal and those in charge of them put into prison, it was the women who came to the forefront and filled the jails. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, സ്ത്രീകളും സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കാളികളായിരുന്നു. അവർക്ക് പൊതുജീവിതത്തിലേക്ക് വരാൻ വേണ്ടി ആരും തടസ്സം നിന്നിട്ടുണ്ടായിരുന്നില്ല, ഒരു തടസ്സവും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് വർഷങ്ങളായിട്ട് പല സംഘടനകളെയും നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുകയും അവരുടെ ചുമതലയുള്ള ആൾക്കാരെ ഒക്കെ പിടിച്ച് ജയിലിൽ അടയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ മുൻനിരയിലൊക്കെ സ്ത്രീകൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. ജയിലുകൾ പലതും സ്ത്രീകൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. He then went on to describe how they came out of their homes in one mass and showed an awakening which was miraculous. They took part in processions, defied the law and bore the lathi blows without raising a little finger. It was not learned women like Sarojini Naidu but hundreds of unlettered women who had borne lathi blows to the head, bleeding profusely whilst standing unflinchingly ordering their companions not to move. അദ്ദേഹം പറയുന്നുണ്ട്,
വീടുകളിൽ നിന്ന് പുറത്ത് വന്ന് അവരൊരു ഉണർവ് കാണിച്ചത് എങ്ങനെയാണെന്ന് അദ്ദേഹം വിവരിച്ചു. സ്ത്രീകൾ വീട്ടിൽ മാത്രം ഒതുങ്ങിയിരിക്കേണ്ടവരല്ല, അവരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ നിയമത്തെ അവരും വെല്ലുവിളിച്ചു, ധിക്കരിച്ചു. ഓക്കെ, അവര് ഒരു ചെറു വിരൽ പോലും അനക്കാതെ ബ്രിട്ടീഷുകാരുടെ ലാത്തി ചാർജിന്റെ അടി അത്രയും സ്ത്രീകളും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. സരോജിനി നായിഡുവിനെ പോലെ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളല്ല, പലരും നിരക്ഷരരായിരിക്കും, ലിറ്ററേസി അല്ലെങ്കിൽ അവർ പറയുന്നത് അൺലെറ്റേഡ് ആയിട്ടുള്ള സ്ത്രീകളാണ്, പഠിക്കാത്ത സ്ത്രീകളാണ്. പക്ഷെ അവർ പോലും ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ലാത്തി ചാർജിന് ഇരയായിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് ബ്ലീഡ് ചെയ്തിട്ടുണ്ട്, രക്തം വാർന്ന അവസ്ഥയിലായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചത് ഇന്ത്യയിലാണ്. അപ്പോൾ ഇന്ത്യയിലെ സ്ത്രീകളൊന്നും ദുർബലരല്ല. About Indian independence, Gandhiji made his point of view clear at many a meeting. I am not here to beg for independence, but I have to come as a result of last year's suffering. അപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇവിടെ വന്നത് സ്വാതന്ത്ര്യത്തെ യാചിക്കാനല്ല, എനിക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് യാചിക്കാൻ വേണ്ടിയല്ല, but I have come as a result of last year's suffering. കഴിഞ്ഞ ലാസ്റ്റ് വർഷത്തെ കഷ്ടപ്പാടുകളുടെ ഫലമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. There is such thing as a gift of independence from one nation to another. I am here to testify that we shall continue the process of self-sacrifice until at last no Britisher will want to remain in India as a ruler. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് സ്വാതന്ത്ര്യം എന്ന സമ്മാനം എന്നൊന്നും ഇല്ല. അതായത് ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരിക എന്നുള്ള ഒരു ഗിഫ്റ്റ് ഒന്നും ഇല്ല. അപ്പോൾ ഒരു ബ്രിട്ടീഷുകാരനും ഇന്ത്യയിൽ ഭരണാധികാരിയായി തുടരാൻ ആഗ്രഹിക്കാത്തിടത്തോളം ഈ ഒരു സെൽഫ് സാക്രിഫൈസ് തുടരും. ഓക്കെ, അദ്ദേഹം അത് സാക്ഷ്യപ്പെടുത്താനാണ് ഇംഗ്ലണ്ടിൽ പോയിരിക്കുന്നത്. അതായത് ഞങ്ങൾ സ്വാതന്ത്ര്യ സമരമോ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങളോ അവസാനിപ്പിക്കില്ല എന്ന് പറയാൻ തന്നെയാണ് ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് പോയിരിക്കുന്നത്. At the Federal Structure Committee of the Round Table Conference, Gandhiji spoke about his dream of independent India. If I want freedom for my country, I do not want that freedom in order that I may exploit any other race upon earth or any single individual. അപ്പോൾ നമ്മുടെ ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസ് പറഞ്ഞ വട്ടമേശ സമ്മേളനങ്ങളാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് 3 വട്ടമേശ സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സോഷ്യലിൽ പഠിക്കും, ഞാനിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി സ്വാതന്ത്ര്യ ഇന്ത്യയെക്കുറിച്ചുള്ള തൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണമെങ്കിൽ എന്ന് തുടങ്ങിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഭൂമിയിലെ മറ്റേതെങ്കിലും വംശത്തെയോ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ചൂഷണം ചെയ്യാൻ വേണ്ടി ഒരു സ്വാതന്ത്ര്യം എനിക്ക് വേണ്ട. അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത്. Thus Gandhiji, along with all other freedom fighters, persuaded the British rulers to give India her legitimate independence, which in his words was her birthright. The dream of independence was accomplished by his inimitable method of unwavering non-violence and non-cooperation. അദ്ദേഹം പറയുന്നുണ്ട്, ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റ് ഫ്രീഡം ഫൈറ്റേഴ്സും ഉണ്ട്. എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളും ഗാന്ധിജിയും എല്ലാവരും ചേർന്ന് ബ്രിട്ടീഷ് ഭരണാധികാരികളെ പ്രേരിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ അത് നമ്മുടെ ജന്മാവകാശമാണ്, ഇന്ത്യക്കാരുടെ ജന്മാവകാശമാണ് സ്വാതന്ത്ര്യം എന്നുള്ളത് അല്ലേ. അതുപോലെ ഈ നോൺ വയലൻസും നോൺ കോപ്പറേഷനും അങ്ങനെയൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യം നേടിയെടുത്തതും. അപ്പോൾ ഇത് നിങ്ങൾ ഈ വായിച്ച ഇത്രയും നേരം ഞാൻ പറഞ്ഞ ഈ കാര്യം എന്ന് പറയുന്നത് ഗാന്ധിജിയെക്കുറിച്ച് എക്സെപ്റ്റ്സ് ഫ്രം ദ നേഷൻസ് വോയ്സ്, എ കളക്ഷൻ ഓഫ് ഗാന്ധിജി സ്പീച്ചസ് ആൻഡ് മഹാദേവ് ദേശായ്സ് അക്കൗണ്ട് ഓഫ് മഹാത്മാഗാന്ധിസ് ജേർണി ടു ഇംഗ്ലണ്ട്. മഹാദേവ് ദേശായി ആരാന്നറിയോ? അദ്ദേഹം ഗാന്ധിജിയുമായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരാളാണ് കേട്ടോ. ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന ആളാണ് മഹാദേവ് ദേശായി. സോ ഗാന്ധിജിയുടെ അവിടെ അവർ പറയുന്നുണ്ട്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിവിസ്റ്റാണ്, സ്കോളറാണ്, റൈറ്ററാണ്, മഹാത്മാഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറിയാണ് അദ്ദേഹം. പിന്നെ അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ബാക്കി കാര്യങ്ങൾ വായിച്ചു നോക്കുക നിങ്ങൾ. ഇനി നമുക്കുള്ളത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ആദ്യ ചോദ്യം, why do you think Gandhiji was considered as the spiritual ambassador of India? Answer, Gandhiji was considered the spiritual ambassador of India because of his simple way of life and his message of non-violence. He was the one bringing light to the exploitation blinded West and acting as a healing balm to the war-weary Europe. അടുത്ത ചോദ്യം, what according to Gandhiji is true bravery? Answer, according to Gandhiji, true bravery is standing the blows of your adversaries and not retaliating. അടുത്ത ചോദ്യം,
What is Gandhiji's view of education? Answer. Gandhiji's view of education is that real education should cater to the development of one's character. For a person, his character is the most important. Next, what merit did Gandhiji see in Chaplin? The merit Gandhiji saw in Chaplin was that he came from the people, lived for the people, and he made millions laugh. അടുത്ത ചോദ്യം, what according to Gandhiji are the areas in which a nation has to be self-reliant? According to Gandhiji, the areas in which a nation has to be self-reliant are cloth and food. Next, how did Gandhiji correct various notions about Indian women? Gandhiji corrected various notions about Indian women by presenting a vivid picture of the heroic part they played during the freedom struggle. There was no restriction on their entering public life. അടുത്തത്, comment on the contribution of Indian women to the freedom struggle. The Indian women worked for the freedom struggle. There was no restriction on their entering public life. When the organizations for freedom struggle were banned and the leaders were jailed, it was women who came to the forefront and even went to jails. They came out of the home, took part in the processions, defied the law and bore the lathi blows without showing any resistance. It was not scholarly women like Sarojini Naidu, but hundreds of unlettered women who received the blows to their heads. What is Gandhiji's concept of Indian independence? Answer. Gandhiji's concept of Indian independence is that it would make India self-sufficient, especially in cloth and food. He did not want independence for his country in order to exploit any other race or any other individual. Freedom was a person's birthright and it was needed to live in dignity. അപ്പോൾ ഇത്രയുമാണ് ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ചാപ്റ്റർ നമ്മൾ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ്. അതിൽ നിന്ന് തന്നെയുള്ള ഉത്തരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ക്ലാസ്സിൽ നമ്മൾ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. തുടർന്നും വാച്ച് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.